പിന്നെ ഈ പുലർച്ചെ എല്ലാവരും നല്ല ഫ്രഷ് ആയിട്ട് എണീക്കുമ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് പോയി കിടന്നുറങ്ങാൻ പോകാന്നൊക്കെ പറയൂലേ. അമേരിക്കൻ കമ്പനിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അമേരിക്കയിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ അതിന്റെ രസമുള്ളൂ. കുറച്ചു കാലം കഴിഞ്ഞാൽ ഇതേപോലെ വേറെ ഒരു പോഡ്കാസ്റ്റിൽ ഉണ്ടാവും, ഞാൻ ചെയ്തിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഭയങ്കര പ്രഷറായിട്ട് ഒക്കെ എടുത്തായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് വീണ്ടും ഒരു സ്വിച്ചിങ് ഉണ്ടാവും. അത് നമുക്ക് എല്ലാ ജോലിക്കും വർക്ക് പ്രഷർ ഉണ്ടാവും, അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്. എല്ലാവരും സ്വപ്നമാണ് യു എസ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യാന്ന് പറയുന്നത്. അത് വിട്ടിട്ട് ഇങ്ങോട്ട് വരികയാണ് നിങ്ങൾ. അത് വെറുതെ അങ്ങനെ തീരുമാനിച്ചാണോ അത് വിട്ട് പോകണം അല്ലെങ്കിൽ വെറുതെ പഠിക്കണം? അതിൻ്റെതായ നല്ല ബുദ്ധിമുട്ടുണ്ട്. അമേരിക്കൻ കമ്പനിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അമേരിക്കയിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ അതിന്റെ രസമുള്ളൂ. ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കിട്ടുന്നില്ല. അതന്നെ, നമുക്ക് ഉറക്കും പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്താ ശരിക്കും? പ്രധാനം നമുക്ക് പറഞ്ഞാല് ഉറക്കം തന്നെ. 2 ടൈം സോൺ ആണ്, ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവില്ല. നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നല്ല പ്രഷർ ഉണ്ട്, സ്വാഭാവികമായിട്ടുള്ള പ്രഷർ ഉണ്ട്. അതിലും ഉപരി കുറച്ചുകൂടി നമ്മൾ ഭയങ്കര അലേർട്ടായിട്ട് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് മെല്ലെ എന്താ പറയുക, കുറച്ച് വിശാലമായിട്ട് എന്താ പറയുക, ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനാണ് റെഡിക്ക് പറഞ്ഞാൽ. അതിന് പറ്റുമോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറ്റുന്നതാണ് എൻ്റെ. അങ്ങനെ ആരാ പറഞ്ഞത് അങ്ങനെ വിശാലമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലാൻഡ് സൈഡ് ഓപ്ഷൻ ഉണ്ട്, ഒബ്വിയസ്ലി ലാൻഡ് സൈഡ് ചെയ്യാം. പക്ഷെ അങ്ങനെ വളരെ വിശാലമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊക്കെ ഇല്ല. ഇത് നമ്മൾ പിന്നെ എന്താ പറയാ, ഒരു കമ്പനി കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വർക്കിന്റെ ഒരു പ്രഷർ വരാനുണ്ടല്ലോ. അത് നമുക്ക് എല്ലാ ജോലിക്കും വർക്ക് പ്രഷർ ഉണ്ടാവും. അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഒരു ബേസും ഇല്ലല്ലോ, സയൻസ് അല്ലേ, പ്ലസ് ടു സയൻസ് ആണ്. അതിന് ശേഷം പഠിച്ചത് മെഡിക്കൽ ഫീൽഡാണ്. ക്രിയേറ്റീവ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും മാർക്കറ്റിംഗ് ഒക്കെ ശ്രദ്ധിക്കും, വരുന്ന പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാമല്ലോ സോഷ്യൽ മീഡിയയിൽ. പിന്നെ അങ്ങനല്ല, നമ്മൾ എന്താ പറയാ, എന്തെങ്കിലൊക്കെ ഒരു ത്വര വേണല്ലോ ഇതിനോട്. വെറുതെ വന്നിട്ട് നാളെ മുതൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാലാം അങ്ങനെയല്ലല്ലോ. അങ്ങനല്ല, ഇതിപ്പോ നമ്മള് ഞാനും കുറച്ച് കാലമായിട്ട് വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റേ പരസ്യത്തിൽ പറഞ്ഞ എന്റെ ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തു, ആ മൂടാണോ? അങ്ങനെയൊന്നുമല്ല, ഉള്ളുന്നൊരു സാധനം നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. നമുക്ക് ഇനി മുമ്പോട്ടേക്ക് എന്താ പറയാ, നമ്മള് പിന്നെ എന്ത് ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ പിന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യണമെങ്കിലോ ഒന്ന് എന്താ പറയാ, നാലാളെ അറിയിക്കണമെങ്കിൽ നമുക്ക് ബെസ്റ്റ് ഓപ്ഷന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണല്ലോ എന്താ പറയാ സോഷ്യൽ മീഡിയ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ. അങ്ങനെയാണ് ഇതിലേക്ക് ചൂസ് ചെയ്തത്. അങ്ങനെയൊക്കെയുള്ളൊരു വിശദമായിട്ടുള്ള പഠനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ആണ് എടുത്താണ്. വന്നപ്പോ എന്ത് തോന്നി? വന്നപ്പം ഒരു മുമ്പത്തെ ഒരു കുറെ കാലം മുമ്പത്തേക്ക് ഞാൻ ട്രാവൽ ചെയ്തു. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ പഠിക്കുമ്പോൾ കോളേജ് മൂഡിലേക്ക് സ്വാഭാവികമായിട്ട് അതിലേക്ക് എത്തി. സംഭവം ഹൈലൈറ്റ് വലിയ പ്രൊഫഷണൽസ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ക്യാമ്പസ് ലൈഫിലേക്കൊക്കെ നമുക്ക് അത് കൊണ്ടുവരുന്നുണ്ട്, ആ ഒരു വൈബ് തരുന്നുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ഫീൽഡിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കും തോന്നുന്നത്. മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് കോളേജ് പാസ് ഔട്ട് ആയി വരുന്ന ആളുകള് എല്ലാം ഒരു ബാച്ചിൽ തന്നെ വരുന്നുണ്ടല്ലോ. ഇപ്പൊ കരിയർ സ്വിച്ചിങ്ങും അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ഡിഗ്രി വരുന്നു അല്ലെങ്കിൽ PG കഴിഞ്ഞിട്ട് വരുന്ന ആളുകള്. നമുക്കെന്തോ ഈ ഒരു മുമ്പത്തെ വർക്കിന്റെ ഒരു ഇത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ അധികം രസം തോന്നുന്നു, നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട് വരും. പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരും ഫെമിനയും ജസ്റ്റിനും നമ്മൾ കൂടുതലും ഇരിക്കുന്ന സമയം. ഇപ്പൊ ചില കുട്ടികളൊക്കെ ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ബാച്ച് കഴിഞ്ഞ് ഇപ്പൊ ടൈം 1 മണിയാണെങ്കിൽ 1 മണി കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോകുന്നതിന് പകരം നിങ്ങള് വൈകുന്നേരം വരെയൊക്കെ ഇരിക്കുന്നതാണ്. അതില് ഇൻട്രസ്റ്റ് തന്നെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഇരുന്ന് എഴുതിയതിന്റെ ഒരു ശീലം അങ്ങനെ യൂസ്ഡ് ആയി പോയതുകൊണ്ടാണ്. അല്ല, നമ്മള് എന്താ പറയാ കുറച്ചുകൂടി അതിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യണമെന്ന് ഒരു കരിയർ ഷിഫ്റ്റ് ഒക്കെ ചെയ്തതാണല്ലോ. അപ്പോൾ നമ്മള് അതിലേക്ക് ഒന്നുകൂടി ഒന്ന് ഫോക്കസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യാം. സ്വിച്ച് ചെയ്ത് നിൽക്കാന്നുള്ള ഇതില്ലേ. കുറച്ചു കാലം കഴിഞ്ഞാൽ ഇതേപോലെ വേറെ ഒരു പോഡ്കാസ്റ്റിൽ ഉണ്ടാവും, ഞാൻ ചെയ്തിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഭയങ്കര പ്രഷറായിട്ട് ഒക്കെ എടുത്തായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് വീണ്ടും ഒരു സ്വിച്ചിങ് ഉണ്ടാവും. ജസ്റ്റ് താൽക്കാലികമല്ല എന്നാണ് എന്റെ വിശ്വാസം. ഇതുവരെ ഇത് താൽക്കാലികമല്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഇനിയും മാറാം, ഒരുപാട് മാറാം. സീരിയസ്ലി എന്താ പറയാ, ഇത് നമ്മള് എടുത്ത ഒരു സീരിയസ്നെസ് നിന്നിട്ട് നമുക്ക് ഇതിന്റെ ഒരു ക്യാപ്പബിലിറ്റി മനസ്സിലായി. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ നമ്മളിത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഇനി എന്ത് ഫീൽഡിലേക്ക് പോവാണെങ്കിലും ഒരു ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കരിയറിലേക്ക് പോവാം. പിന്നെ നമുക്ക് ഒരു ബിസിനസ്സും ചെയ്യാം. നമുക്ക് ഒരു സ്റ്റാർട്ടപ്സ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ അതെങ്ങനെ ഒരു പൊസിഷൻ ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾക്ക് പിന്നെ സ്ട്രാറ്റജി ക്ലാസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്.
ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുത്തതുകൊണ്ട് എന്തായാലും ഭാവിയിലൊരു ഗ്രോത്ത് മാത്രമേ ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. ഉണ്ടാവട്ടെ. ഉണ്ടാവട്ടെ.